കെ-ഫോൺ വഴി ഉപയോഗിച്ച ഇന്റർനെറ്റിന്റെ ബില്ലൊടുക്കാൻ സർക്കാരും വകുപ്പുകളും തമ്മിൽ തർക്കം. കെ-ഫോൺ കമ്പനിക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച വകയിൽ ലഭിക്കേണ്ടത് 20 കോടി രൂപ. 85ഓളം സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ബില്ല് അയച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ വകുപ്പുകളും സർക്കാരും. പദ്ധതിയുടെ നടത്തിപ്പുകാരായ ബെൽ കൺസോർഷ്യത്തിനും ഇതുവരെ തിരിച്ചടവ് നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 85 സർക്കാർ സ്ഥാപനങ്ങളിലായി 21 കോടി രൂപയുടെ ബില്ലുകളാണ് ഇന്റർനെറ്റ് ഉപയോഗിച്ച വകയിൽ കെ-ഫോൺ അയച്ചിട്ടുള്ളത്. ഇതിൽ 1 കോടി രൂപ മാത്രമാണ് കെ-ഫോൺ കമ്പനിക്ക് തിരികെ ലഭിച്ചത്. 20 കോടി രൂപയെ പറ്റി സർക്കാരോ വകുപ്പുകളോ മിണ്ടുന്നില്ല. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ മിക്ക പൊതുസ്ഥാപനങ്ങളും കെ-ഫോൺ വഴി ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തത്. നിർബന്ധിച്ച് ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തത് സർക്കാരാണെന്നും തുക സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട ബാധ്യതയില്ലെന്നുമാണ് വകുപ്പുകളുടെ ന്യായീകരണം. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കണക്ഷൻ നൽകിയ സ്ഥാപനങ്ങളുടെ ബിൽ തുക ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തി ഗഡുക്കളായി കെ-ഫോണിന് നൽകണമെന്നായിരുന്നു ആദ്യത്തെ ധാരണ. ധനവകുപ്പ് എതിർത്തതോടെ നടപ്പായില്ല. പകരം സംവിധാനം ഏർപ്പെടുത്താതായതോടെ ബില്ലുകൾ കുടിശ്ശികയായി. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ ഏതാണ്ട് 350 കോടി രൂപയാണ് സർക്കാർ കെ-ഫോണിൽ നിന്ന് മാത്രം വരുമാനം പ്രതീക്ഷിച്ചത്. സർക്കാർ ഓഫീസുകളിൽ നിന്നുമായി 135 ഇടങ്ങളിൽ നിന്നും കണക്ഷനും പ്രതീക്ഷിച്ചു. എന്നാൽ ഇത് നടന്നില്ല. പദ്ധതി നടത്തിപ്പിനായി കിഫ്ബിയിൽ നിന്നും കടമെടുത്ത 100 കോടി രൂപ 11 ഗഡുക്കളായി അടച്ചു തീർക്കണമായിരുന്നു. പദ്ധതിയുടെ നടത്തിപ്പുകാരായ ബെൽ കൺസോർഷ്യത്തിനും മാസം 5 കോടി രൂപ വീതം നൽകേണ്ടതുണ്ട്. ജനം, തിരുവനന്തപുരം.